നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരോടും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഈ വിവാഹ കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. എന്ത് കൺഫ്യൂഷൻ ഏട്ടാ? ഈ വിവാഹം ശരിയാവില്ല. ഇതുവരെ നടത്തിയ തയ്യാറെടുപ്പുകളൊക്കെ പോട്ടെ അച്ഛമ്മേ. നന്ദിതയും നിതീഷും തമ്മിലുള്ള വിവാഹത്തിന്റെ കാര്യം നമുക്കങ്ങ് മറക്കാം. അത് നടക്കില്ല. നീ എന്താ ഗിരി പറയുന്നത്? തീയതി നിശ്ചയിച്ച് മുഹൂർത്തം കുറിപ്പിച്ച വിവാഹമാണോ ഇനി വേണ്ടെന്ന് വെക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത് അക്കുടുമോനെ? രണ്ട് വീട്ടുകാരും തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ചതല്ലേ ഈ ബന്ധം? അതെങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുന്നത്? അച്ഛമ്മേ, അതിനെക്കുറിച്ചൊന്നും അച്ഛമ്മ ഇപ്പൊ എന്നോട് ചോദിക്കരുത്. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും. ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ രാത്രി തന്നെ സുമിയോട് പറഞ്ഞിരുന്നതാ ഞാൻ. ഈ വിവരം അവരുടെ വീട്ടുകാരെ അറിയിക്കാനും പറഞ്ഞതാ അല്ലേ? ഇങ്ങനെ കല്യാണം വേണ്ട എന്ന് ഒഴുക്കം മട്ടി പറഞ്ഞിട്ട് പോയാൽ എങ്ങനെയാ ഗിരി? അതിന്റെ കാരണം കൂടി പറയണം. കാര്യവും കാരണവും എനിക്ക് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നുന്നവരോട് ഞാൻ പറഞ്ഞോളാം. മുടങ്ങുന്നത് എന്റെ കല്യാണല്ലേ ഗിരിയേട്ടാ? അപ്പൊ അതിന്റെ കാരണം അറിയാൻ എനിക്ക് അവകാശമുണ്ട്. വിശദീകരിക്കാൻ എനിക്ക് തൽക്കാലം സൗകര്യപ്പെടില്ല നിതീഷേ. ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ കല്യാണത്തെ കുറിച്ച് ആരും ആലോചിക്കുകയേ വേണ്ട. ഇത് നടക്കില്ല. ഇതെന്റെ തീരുമാനമാണ്. സുമിതയുടെ അനിയത്തിയുടെ വയറ്റിൽ വളരുന്നതേ ഇവന്റെ കുഞ്ഞാ. അതിന്റെ കാര്യത്തിൽ ആര് സമാധാനം പറയും ഗിരി? വിവാഹം കഴിക്കാതെ ഗർഭിണിയാകുന്ന ആദ്യത്തെ പെൺകുട്ടിയൊന്നും അല്ല നന്ദിത. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ ശരിയായ ഒരു തീരുമാനമെടുക്കാൻ അവൾക്ക് അവളുടെ രക്ഷിതാക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും വേവലാതിപ്പെടണ്ട. ഓ, എല്ലാരും കൂടെ എന്നെ പൊട്ടം കളിപ്പിക്കണം. കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോ കഴിക്കാനും, ഒരു കാരണമില്ലാതെ വേണ്ടെന്ന് പറയുമ്പോ വേണ്ടെന്ന് വെക്കാനും ഞാൻ നിങ്ങളുടെ കയ്യിലെ കളിപ്പാ വേണം. മോളെ സുമി, എന്താ മോളെ ഉണ്ടായത്? നീയെങ്കിലും ഞങ്ങളോട് തുറന്നു പറ. മോളെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്നു പറ. എന്താന്ന് അറിഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റൂ. എനിക്കൊന്നും അറിയില്ല അച്ഛമ്മ. ഗിരി ഇങ്ങനെ പറയാൻ മാത്രം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സത്യമായിട്ട് അറിയില്ല. ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാ വലിയ തെറ്റായി പോകുന്നൊക്കെ ഗിരി എന്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ രാത്രി. ഓഫീസിലെ എന്തൊരു ടെൻഷന്റെ പുറത്ത് പറഞ്ഞെന്നാ ഞാൻ കരുതിയത്. രാവിലെ ആകുമ്പോ ഗിരിയുടെ മനസ്സ് മാറുന്നു വിചാരിച്ചിട്ടാ ഞാനിത് ആരുടെ അടുത്തും പറയരുത്. ഇപ്പോഴാ ഇക്കാര്യത്തില് ഗിരി ഇത്ര സീരിയസ് ആയിരുന്നു മനസ്സിലായത് തന്നെ. ഞാനിതെങ്ങനെ എന്റെ വീട്ടുകാരുടെ അടുത്ത് പറയാച്ചമ്മേ? ഇതറിയുമ്പോ നന്ദുന്റെ അവസ്ഥ എന്താവെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവക്ക് സഹിക്കാൻ പറ്റില്ല. കരയാതെ മുത്തേ, കരയാതെ. നമുക്ക് അവരോട് സംസാരിച്ച് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിന് രോഹിത് പോലീസ് തിരയുന്ന ഒരു കുറ്റവാളിയല്ലല്ലോ. പിന്നെ എന്തിനാണ് പോലീസ് രോഹിതിന് പിന്നാലെ വന്നത്? ഒരു എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അത് വിജയൻ എന്ന പോലീസുകാരൻ ഏറ്റെടുത്ത ഒരു പേഴ്സണൽ കൊട്ടേഷനായിട്ടാ എനിക്ക് തോന്നിയത്. ചന്ദ്രബോസ് എന്നൊരു പോലീസ് ഓഫീസറാ അയാളെ നിയന്ത്രിച്ചിരുന്നത്. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ഈ സുസ്മിതയുടെ ചിറ്റപ്പൻ ചന്ദ്രബോസ് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. പിന്നെ രോഹിത് എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ഭാഗ്യം കൊണ്ട് മാത്രമാ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടത്.
ഇങ്ങോട്ട് വാടാ. ആരായാലും ഇവിടുന്ന് പൊക്കോ, അതാ നിനക്ക് നല്ലത്. നിനക്ക് ഇനി എന്നെ മനസ്സിലായില്ലേ വിജയ? ഭൂമിയിൽ അധർമ്മവും അനീതിയും അക്രമവും ഒക്കെ പെരുകുമ്പോ ദുഷ്ടശക്തികളെ സംഹരിക്കാൻ ഒരു അവതാരം ഉണ്ടാവാറില്ലേ വിജയ? കലിയുഗത്തിലെ വൈഷ്ണവ അവതാരം കൽക്കി. My lord, you hear the words from the horse's mouth. ഈ രോഹിത് എന്ന സാധു യുവാവിന് സുസ്മിത എന്ന ഭാര്യയിൽ നിന്നുണ്ടായ തിക്ത അനുഭവം. ഈ രോഹിത് കൊല്ലപ്പെട്ടില്ല എന്നത് സുസ്മിതയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതല്ല മീ ലോർഡ്. രക്ഷപ്പെട്ടത് ഈ രോഹിത്തിന്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത്രയും നിഷ്ഠൂരമായ പ്രവർത്തിക്കരയായ രോഹിത് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം കൊലപാതക കുറ്റം ഒഴികെയുള്ള ഒരു കുറ്റാരോപണങ്ങളും ഈ സുസ്മിതയുടെ മേലിൽ നിന്ന് നീക്കാൻ പാടില്ലെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രാണനെ പോലെ തന്നെ സ്നേഹിച്ചിരുന്ന ഭർത്താവിനെ കൊക്കയിലേക്ക് നിർദ്ദയം ചവിട്ടിത്തള്ളുകയും ആ ശരീരത്തിൽ ജീവന്റെ പൊടുപ്പെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തല്ലിക്കെടുത്താൻ വേണ്ടി പിന്നാലെ ഗുണ്ടാ പോലീസിനെ അയക്കുകയും ചെയ്ത ഈ സ്ത്രീയെ ഞാൻ ലേഡി ട്രാക്കുള എന്നും വാമ്പയർ എന്നും ഇനിയും വിളിക്കും മീ ലോർഡ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്നും സത്യമായിരിക്കും. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെല്ലാം സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ചന്ദ്രബോസ്, സ്ഥലം CI. അതെ. സുസ്മിതയെ നുണപരിശോധനയ്ക്ക് ഹാജരാക്കുമ്പോൾ നിങ്ങളുണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. സ്ഥലം CI എന്ന നിലയിൽ അതെന്റെ ചുമതലയായിരുന്നു. അവിടെ സുസ്മിതയോട് എങ്ങനെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം? സുസ്മിതയെ നിർബന്ധിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. സുസ്മിത നിരോധിതമായ മരുന്നുപയോഗിച്ച് നുണപരിശോധനയെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി കണ്ടെത്തിയതാരാണ്? സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അർജുൻ ശങ്കർ. അദ്ദേഹമാണ് സുസ്മിതയുടെ കയ്യിൽ നിന്നും മരുന്നിന്റെ സ്ട്രിപ്പ് കണ്ടെത്തിയതും അത് നിരോധിത മരുന്നാണെന്ന് പറഞ്ഞത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നോ യുവർ ഓണർ. മിലോഡ്, താൻ വാദിക്കുന്ന കേസിനോട് ഒരു വക്കീലിന് താല്പര്യമുണ്ടാവുക സ്വാഭാവികം. അവളെ നിയമക്കുരുക്കിലാക്കാൻ വേണ്ടി ഭരണതലങ്ങളിൽ വരെ സ്വാധീനം ചെലുത്തിയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനം നേടിയെടുക്കുകയും അപ്രകാരം വഴിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും
എനിക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല യുവർ ഓണർ. യുവർ ഓണർ, ഡിഫൻസ് കൗൺസിലർ ഈ കേസിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമീർ, ഐ ക്യാൻ പ്രൂവ് ഇറ്റ് യുവർ ഓണർ. സുസ്മിത നുണപരിശോധനാ സമയത്ത് കഴിച്ച ടാബ്ലറ്റ്സിനെ പറ്റി നാഷണൽ ഡ്രഗ്സ് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് മിലോർ. ഇത് നിരോധിത മരുന്നൊന്നുമല്ല. തലവേദനയ്ക്കുള്ള പാരസെറ്റമോളാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയും ഞാനത് പറയാതിരുന്ന താൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഈശ്വരൻ നിന്നെയാവും. തന്നെ മനസ്സിലാക്കാനും തന്റെ ഇഷ്ടത്തെ തിരിച്ചറിയാനും ഞാൻ ഒരുപാട് വൈകിപ്പോയി. എന്നെ വേണ്ടാത്ത മറ്റൊരാളെ കയ്യെത്തി പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കയ്യെത്തും ദൂരത്തുള്ള ആളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. തനിക്കറിയോ, ശരിക്കും ഒരു തീരുമാനം എടുക്കാനാവാതെ എത്രയോ രാത്രികൾ ഞാൻ തള്ളി നീക്കിയിട്ടുണ്ടെന്ന്. ഒരു വഴിയിൽ സഞ്ചരിച്ചിരുന്ന ഞാൻ എങ്ങോട്ടെന്നറിയാതെ പകച്ചു നിന്നിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ഇപ്പോ ശരിക്കും ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടാ തന്റെ മുമ്പിൽ നിൽക്കുന്നേ. നമ്മുടെ ഈ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞതും കേട്ടതും കണ്ടതും അറിഞ്ഞതും ഒക്കെ നമുക്ക് സൗകര്യപൂർവ്വം അങ്ങ് മറക്കാം. എന്നിട്ട് ഇന്നു മുതൽ അർച്ചനയ്ക്കും സച്ചിക്കും പുതിയൊരു ജീവിതം തുടങ്ങാം. എന്താ, തനിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? എതിർപ്പോ? എന്താ സച്ചേട്ടൻ പറയുന്നത്? സച്ചേട്ടിൽ നിന്ന് ഇത് കേൾക്കാൻ എത്ര നാളായിട്ട് ഞാൻ കൊതിക്കുന്നതാ. പക്ഷെ അതിത്ര വേഗം നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോ ഇന്നു മുതൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രമല്ല, ഈ 4 ചുവരുകൾക്കുള്ളിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. നമ്മൾ പിരിയുകയല്ല, ഒരുമിക്കുകയാണ്.
ഇനി ഞാനും താനുമില്ല, നമ്മളേ ഉള്ളൂ. സച്ചിദാനന്ദനും അർച്ചന സച്ചിദാനന്ദനും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവമേ, ഞാൻ കണ്ട സ്വപ്നമാണോ അതോ വരാൻ പോകുന്ന ആപത്തിന്റെ സൂചനയാണോ? അയ്യോ, കുക്കറ്. അയ്യോ മാളു, മെല്ലെ, പതുക്കെ. മോളെ പറയുന്നത് കേൾക്ക്, പതുക്കെ ആട്. ഞാൻ ഇനി സ്പീഡിലാടും. മോളെ പ്ലീസ്. കുട്ടി ഊഞ്ഞാൽ ആടി ആടി ആകാശത്ത് കാല് തൊടിയിക്കണം. അയ്യോ മാളു, ചെയ്യല്ലേ, പതിയെ ആടിക്കോ. ഓ മൈ ഗോഡ്. അയ്യോ മാളു. മാളു, അയ്യോ മാളു, പതുക്കെ, ശ്രദ്ധിക്കേ. മാളു നിർത്ത്, മാളു, ഞാൻ പറയുന്ന കേൾക്ക്. മാളു, മാളു നിർത്ത്, വീഴും. എന്തായി? അവസാന നിമിഷം പണി പാളി സാറേ. ആ കുട്ടി രക്ഷപ്പെട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മൂന്നാറിലേക്ക് പോയി നിന്നെ സഞ്ജു പിന്തുടർന്നു വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ശ്രീകുട്ടി വാശി പിടിച്ചിട്ടാ. ഒരു ജോലി കിട്ടിപ്പോയ നിലയ്ക്ക് അവൾ സമാധാനത്തോടെ അവിടെ ജീവിക്കട്ടെ എന്നാ സഞ്ജു എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞാലും നിങ്ങക്ക് വരാതിരുന്നോടായിരുന്നോ? അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്തിനു വന്നു? നീ പറയുന്നത് ശരിയാ. നിന്റെ പിന്നാലെ ആദ്യം എന്നെ അയച്ചത് അമ്മ തന്നെയാ. പൂജ ചെയ്യാൻ വേണ്ടി അമ്മ എന്നെ ക്ഷേത്രത്തിലേക്ക് അയച്ചത്.
അന്നാ നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ. കഥയറിയാതെ എവിടെ നിന്ന് കിട്ടിയ എന്റെ ഫോട്ടോ വെച്ച് നടത്തിയ ഒരു നാടകത്തിലേക്കാ നിന്നെയും കൊണ്ടു പോകുന്നെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. ആപത്തിൽ പെട്ടുപോകുന്നവരെ സഹായിക്കാൻ ഒരു മനസ്സുള്ളതുകൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ട് തന്നെയാ താലി കെട്ടിയത്. പിന്നീട് 2 തവണ ഞാൻ നിന്റെ നാട്ടിൽ വന്നു. 2 തവണയും നിന്റെ കൂടെ വന്നതല്ല. സ്റ്റുഡിയോയിൽ വിവാഹ ഫോട്ടോ തേടിയ ആദ്യം വന്നത്. പിന്നീട് വന്നത് സച്ചിക്കൊപ്പം അവന്റെ ആവശ്യത്തിനും. എവിടേക്കാണെന്ന് പോലും പറയാതെ അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോയതാ. ആ 2 തവണയും നരേന്ദ്രൻ നിന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എങ്ങനെയോ അവിടെ വന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു. നീ വിശ്വസിക്കുന്ന പെരുവണ്ണാപുരത്തമ്മ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാവാം. പിന്നെ മൂന്നാറിലെ നീ ആക്സിഡന്റ് പെട്ട് കിടന്നപ്പോ സ്വാതിയാണ് എന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് അയച്ചത്. ഒന്നിനും നീയും ഞാനും കാരണക്കാരല്ലമ്മോ. എങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാ. അമ്മൂന് യോഗമുണ്ടായിരുന്നു സഞ്ജു. ലക്ഷ്മി പൂജ ചെയ്തു നിന്റെ ജീവൻ രക്ഷിക്കാനാണ് അവൾ വന്നത്. ഈ കുടുംബത്തെ പല ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് അമ്മൂന്റെ പ്രാർത്ഥനയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. മോളെ അമ്മു നേരെ ഒന്ന് വിളിത്തോട്ടെ. നമുക്കെല്ലാം പ്രവേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വിവരം അറിഞ്ഞിട്ട് ഇത്രയും നാൾ ആരോടും പറയാതിരുന്ന പ്രവേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കരുണ കാണിക്കും. നിങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുകയും ചെയ്യും. നീ സ്വാതിയെ സ്നേഹിക്കുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, എന്നെ ഈശ്വരതുല്യം കാണുകയാണെങ്കിൽ നീ ഇനി അവിവേകം കാണിക്കരുത്. എന്നെയും നിന്നെയും കൂട്ടിമുട്ടിച്ചത് ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം ഒരിക്കലും നമ്മളെ ചതിക്കില്ല. കാരണം ഒരു തെറ്റും ചെയ്യാത്തവരാ നമ്മള്. എടോ, നീയോ ഞാനോ സ്വാതിയെ ചതിച്ചിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു എന്നോട് എല്ലാം പറഞ്ഞു. സത്യം എന്താണെന്ന് പ്രവേട്ടൻ മനസ്സിലാക്കണം. അതിനൊരു അവസരം പ്രവേട്ടൻ തരണം. എനിക്കറിയാമടാ നീയും ഈ ചതിക്ക് കൂട്ടു നിൽക്കുമായിരുന്നെന്ന്. ഒരു സുപ്രഭാതത്തിൽ നീ അങ്ങ് നല്ലവനായെന്ന് കേട്ടാ വിശ്വസിക്കാൻ മണ്ടനൊന്നുമല്ല ഞാൻ. എനിക്ക് മുൻപേ നീ ഈ സത്യം മണത്തറിഞ്ഞു. എന്നിട്ട് ഇവന്റെ കൂടെ കൂടി നല്ല കാശ് തട്ടുന്നുണ്ടെന്ന് ഞാൻ ഊഹിച്ചതാ. പ്രവേട്ടൻ എന്ത് വേണമെങ്കിലും എന്നെ പറ്റി പറഞ്ഞു. ഞാൻ ചെയ്തു പോയ കൊള്ളരുതായ്മകളുടെ പേരിൽ അതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാ. സഞ്ജു അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടാനിടയായ സാഹചര്യം അവിടെയുള്ള ആരോട് ചോദിച്ചാലും അവർ പ്രവേട്ടനോട് പറഞ്ഞു തരും. ഇവന്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് മുതൽ കല്യാണക്കുറി വരെ പുറത്തു വരണമെങ്കിൽ ഇവന്റെ ഫോട്ടോ എങ്ങനെയാ വീട്ടുകാർക്ക് കിട്ടി? യാദർച്ഛികമായി ഇവൻ അവിടെ ചെന്നതാണെന്ന് പറഞ്ഞ് ദിനേശൻ കഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം അമ്മുന്റെ വീട്ടുകാർക്ക് എവിടെ നിന്ന് നിന്റെ ഫോട്ടോ കിട്ടിയെന്ന്. നീ ഫിലിം സ്റ്റാർ ഒന്നും അല്ലല്ലോ നിന്റെ ഫോട്ടോ പുറത്തുള്ളവരുടെ കൈകളിലെത്താൻ. ഒരു ഉൾഗ്രാമത്തിലുള്ളവർക്ക് നിന്റെ ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. ഇന്നും ആ ക്ഷേത്ര പരിസരത്ത് നിന്റെയും അമ്മുന്റെയും ഫ്ലെക്സുകളുണ്ട്. അതിലൊരു ഫ്ലെക്സാ
എന്റെ കൺമുന്നിൽ വന്ന് വീണത്. ഇന്ന് വിവാഹിതരാകുന്ന ലക്ഷ്മിക്കും സഞ്ജയ് പണിക്കർക്കും ഒരു ഗ്രാമത്തിന്റെ വിവാഹ മംഗള ആശംസകളെന്ന്. നീ എന്താടാ കരുതിയത്? മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്നോ? മറ്റൊരു പയ്യന്റെ ഫോട്ടോ വെച്ചിട്ട് നീ ചെന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ പറയുന്നത് കുറച്ചെങ്കിലും നേരുണ്ടെന്ന് വിശ്വസിക്കാമായിരുന്നു. എന്താ ഇവൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിട്ടാ ഇവൻ എന്റെ മോളുടെ കയ്യിൽ എൻഗേജ്മെന്റ് റിംഗ് ഇട്ടത്. അങ്കിളിനോട് ഞാനത് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ആ നാടിനെ പറ്റി ഞാൻ അറിയുന്നത് അമ്മ എന്നെയും കൂട്ടി അവിടെ പോകുമ്പോ മാത്രം. 21 ദിവസത്തെ പൂജയുടെ അവസാന ദിവസ വീണ്ടും ഞാൻ അവിടെ പോകുന്നത് തന്നെ. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് എന്നെ നിർബന്ധിച്ച് എല്ലാരും കൂടി അയച്ചതാ. അന്ന് അതൊക്കെ സംഭവിച്ചത്. നീ എന്ന് പോയി എങ്ങനെ പോയി എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് ആ വീട്ടുകാർക്ക് നിന്റെ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്നാണ്. നിനക്കത് പറയാൻ കഴിയില്ല. ഓഹോ, അപ്പൊ ഇത് പലർക്കും ഇവിടെ അറിയാമായിരുന്നു അല്ലേ? പറടാ, ഇനി ആർക്കൊക്കെ അറിയാം? കാവേരിക്കറിയാം, പിന്നെ ആർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞ നീ ഇവളും ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കുകയായിരുന്നല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ തല്ലാൻ വരുന്നവരെ എല്ലാം നീ തിരിച്ചു തല്ലോ? എന്റെ ഭർത്താവോ അതുപോലെ എന്നെ തല്ലാൻ അധികാരമുള്ളവരോ ആണെങ്കിൽ ഞാൻ നിന്ന് തല്ലുകൊള്ളും. മറിച്ച് ഭൈരവനെ പോലെയോ പ്രതാപൻ സാറിനെ പോലെയുള്ളവരോ ആണെങ്കിൽ ഞാൻ തിരിച്ചടിച്ചിരിക്കും. അതിലൊരു സംശയവും വേണ്ട. എടീ, നീ ഈ വീട്ടിലെ വലിയ ആരോ ആണെന്ന് നിനക്കൊരു വിചാരമുണ്ട്. അത് ആ രാധികയും ഗാർഗയും കൂടി ഒപ്പിടിച്ച വെള്ള പേപ്പർ കാണിച്ച് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നയാ. എടീ, ആ പേപ്പർ 8ആയി കീറി കുപ്പത്തൊട്ടിയിലിട്ട അതോടെ തീരും നിന്റെ ഗർവ്. മനസ്സിലായോടി? എടി പോടി എന്നൊക്കെയുള്ള വിളി സ്വന്തമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മതി. എന്റെ പേര് പാർവതി എന്നാ. ഇനി മുതൽ വിളിക്കേണ്ടത് അങ്ങനെയാണ്. സാറിന് മനസ്സിലായോ? മനസ്സിലാക്കിയാൽ നല്ലത്. ഇനി അധികാരത്തിന്റെ കാര്യം. ഈ വീട്ടിൽ എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ കടലാസ് 8ആയിട്ട് കയറിയാ നിങ്ങൾക്ക് അധികാരം കിട്ടുമെങ്കിൽ ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടത് ചെയ്തില്ല? കേട്ടില്ലേ ചേച്ചി? ഇവള് ചോദ്യം ചെയ്യുന്ന കേട്ടില്ലേ? തന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എനിക്കൊരു പേരുണ്ടെന്ന്. അതേ വിളിക്കാവൂന്ന്. കാര്യം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലേ? ജീവിതാവസാനം വരെ പാർവതി പ്രതികരിക്കില്ലെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചത്? മറുപടി പറയാൻ അറിയാമായിരുന്നിട്ടും പാർവതി മിണ്ടാതിരിക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല, മര്യാദ കൊണ്ടാ. ഇനി മുതലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് മര്യാദയോടെ പെരുമാറാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വെറുതെ പാർവതിയുടെ വായിലിരിക്കുന്നത് കയ്യും കെട്ടി നിന്ന് കേൾക്കേണ്ടി വരും. ഇവിടെ പാർവതി പറയുമ്പോ നീ എന്തിനാ ഇങ്ങനെ ചാടി വീഴുന്നേ? ഞാൻ കരുതിയിരുന്നതേ അങ്കിളിന് കുറച്ച് വകതിരിവ് ഉണ്ടായിരിക്കുമെന്ന്.
ഇപ്പൊ മനസ്സിലായി, വകതിരിവ് മാത്രമല്ല തിരിച്ചറിവ് പോലും ഇല്ലാന്ന്. മിസ്റ്റർ പ്രതാപനങ്ങളെ, അവളെ എന്റെ ഭാര്യയാണ്, ശ്രീമതി പാർവതി വിശാൽ. ഓഹോ, അപ്പൊ 1 മാസത്തിനുള്ളിൽ ജാസ്മിന്റെ വിവാഹം നടക്കുന്ന അവളുടെ അച്ഛന് വാക്ക് കൊടുത്തതോ? അത് മറന്നുപോയോ വിശാൽ സാറേ? അതെ, കല്യാണം നടന്നിരിക്കുന്ന ജാസ്മിന്റെ പപ്പയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതല്ലേ വിശാൽ? അത് നീ മറന്നുപോയോ? മറന്നിട്ടില്ല മേ, ഒന്നും മറന്നിട്ടില്ല. മറന്നുപോയത് ഓർത്തെടുക്കാൻ കഴിഞ്ഞ പിന്നീട് ഒരിക്കലും അത് മറക്കേയില്ല. വിശാൽ അങ്ങനെ ഒന്നും എളുപ്പത്തിൽ മറക്കുന്ന ആളല്ലെന്ന് അമ്മയ്ക്കറിയൂന്ന് എനിക്കറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യാൻ പ്ലീസ്. ഞാൻ എന്തിനു സ്റ്റോപ്പ് ചെയ്യണം? എനിക്കിത് ഇഷ്ടമല്ല ഈ മ്യൂസിക്. നിന്റെ ഇഷ്ടം ഞാൻ എന്തിനാ നോക്കുന്നേ? എനിക്ക് ഈ മ്യൂസിക് ഇഷ്ടാ. എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ മ്യൂസിക് കേൾക്കും. പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്? ഓ, അപ്പൊ ഗാർഗി പറഞ്ഞത് സത്യമാണ്. ഈ മ്യൂസിക് നിന്നെ 16 വർഷം പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോയല്ലേ? ഗായത്രി ചേച്ചി അന്ന് പാടിയ പാട്ട് നീ സ്വയം മറന്ന് പാടിയല്ലോ. അത് മനസ്സിലെ കള്ളം മൂടി വെക്കാനുള്ള നിന്റെ അടവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്റെ അടവോ? എന്തിന്? അതെനിക്കെങ്ങനെ അറിയാം? നിനക്കല്ലേ അറിയൂ. എന്തിനാണെന്ന് നീ തന്നെ പറയേ. അന്നേ വരെ ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത നീ പെട്ടെന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഈ പാട്ട് പാടുന്നു. ദോഷം പറയരുതല്ലോ, നീ അസലായിട്ട് പാടി. പക്ഷേ പിടിച്ചു നിൽക്കാൻ ആൾക്കാരെന്തും ചെയ്യുന്നു പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നിന്റെ ഒരു അറ്റകൈ പ്രയോഗമായിരുന്നില്ലേ ആ പാട്ട്? നിന്റെ മനസ്സിൽ 100,000 സംശയങ്ങൾ ഉണ്ടാവും. അതിനൊന്നും സമാധാനം പറയലല്ല എന്റെ ജോലി. ഇത് ഒളിച്ചോട്ടാ. നിന്നെ പേടിച്ചിട്ട് ഞാൻ ഒളിച്ചോട് കാണുന്നോ? ദൈവത്തെ പേടിച്ചിട്ടില്ല ഈ പ്രഭാവതി, പിന്നല്ലേ നിന്നെ. ദൈവത്തെ പോലും പേടിയില്ലാത്ത പ്രഭാവതിക്ക് പക്ഷെ മ്യൂസിക് പേടിയാണ്. എല്ലാ മ്യൂസിക്കും അല്ല, ചില പ്രത്യേക മ്യൂസിക്കുകൾ. ഇതുപോലുള്ളവ. Stop it! Please stop it! Shoo! നിന്റെ തനി നിറം പുറത്തറിയാൻ ഇനി അധികം വേണ്ടി വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജയന്തി എന്തിനാ വീട്ടിൽ നിന്ന് പോന്നെ? അച്ഛൻ
അച്ഛനോട് ഞാൻ പറയാം. ശ്യാമയുടെ ഏട്ടന്റെ ഭാര്യയല്ലേ ജയന്തി, ഇങ്ങനൊന്നും ഇറക്കി വിടാൻ പറ്റില്ല. വേണ്ട വേണ്ട, അഖിലിന്റെ അച്ഛന് സംശയം വന്ന സ്ഥിതിക്ക് തൽക്കാലം ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അതാ ബുദ്ധി. ജയന്തി പറയുന്നത് നേരെ. രാവിലെ തന്നെ പൊയ്ക്കോണോന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങ് പോകുന്നതല്ലേ നല്ലത്. അല്ല, ശ്യാമയോടും അഖിയോടും യാത്ര പറയണ്ടേ? അവരോടെ നിങ്ങളൊക്കെ കൂടി പറഞ്ഞാ മതി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ജയന്തി? പറഞ്ഞല്ലോ, അഖിലിന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളിലും ഒരു സംശയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളിൽ ഇടപെടാൻ. ജയന്തി പോവാൻ തുടങ്ങുമായിരിക്കും അല്ലേ? ആ അതെ മാഡം, ഞാൻ പോവാ. ജയന്തി, ഈ മാഡം മാഡം എന്നൊക്കെ വിളിക്കുന്നത് തന്നെ കളിയാക്കി വിളിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തായാലും അങ്ങനെ വിളിക്കുന്നത് തന്നെ ബോറാ. ആ അത് പോട്ടെ, ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? എന്റെ പൊന്നോ വേണ്ട. ഇന്നലെ രാത്രി രണ്ടുപേരും പറഞ്ഞത് കേട്ടപ്പോ തന്നെ എന്റെ വയറങ്ങ് നിറഞ്ഞു. ശ്യാമയെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ ഇനിയും പറയും, അതുറപ്പാ. അതാരാണെങ്കിലും പറയും. അമ്മ, ആരാണെങ്കിലും പറയുന്ന അമ്മ ഇവിടെ പറയുമ്പോ എനിക്കത് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. അമ്മ എന്നെ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നാ ഞാൻ പറഞ്ഞതില് എല്ലാം അടങ്ങിയിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കുക. അമ്മ വീണ്ടും എന്റെ മേലെ സംശയം കൊണ്ടിടുക. അങ്ങനെയൊന്നും ഇല്ല മോളെ. നീ എന്റെ മോളാ. ഇവിടെ ഏത് ചടങ്ങ് നടന്നാലും അതിലെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതേ ഉള്ളൂ എന്റെ ആനന്ദേട്ടന്റെ ആഗ്രഹം. ജയന്തി ഇന്നലെ രാത്രി മുറി കയറി വന്ന് ശ്യാമയെക്കുറിച്ച് കുറ്റം പറഞ്ഞതൊക്കെ മനഃപൂർവ്വമായിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ജയന്തിക്ക് ദേഷ്യമൊന്നും തോന്നണ്ട. സത്യത്തില് അപ്പൊ തന്നെ ഇറങ്ങിപ്പോവാൻ പറയേണ്ടതായിരുന്നു. പോട്ടെ മോളെ, ജയന്തിയുടെ സ്വഭാവം അറിയാലോ. വളവളാന്നങ്ങ് പറയും, അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞതിൽ വിഷമമൊന്നും വേണ്ട ജയന്തി. എല്ലാം നേരെ പോണെന്ന് ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാ. ഓ സത്യം, എന്റെ മനസ്സിനെ ഇപ്പൊ നല്ല ആശ്വാസമായി. ആ മനസ്സിന് നന്മ വന്നു. സത്യം. എന്നാ ഞാൻ പോട്ടെ. ആ ശ്യാമയോടും അമൃതേച്ചിയോടും ഒക്കെ പറഞ്ഞിരുന്നാ മതി. അമ്മ, എന്നാലും അമ്മ പറഞ്ഞത് അല്പം കൂടിപ്പോയി. അല്ല മോളെ, കുറച്ച് കുറഞ്ഞു പോയി എന്ന് അമ്മയ്ക്ക് തോന്നുന്നേ. ശ്യാമയെ കുറിച്ച് എന്തെങ്കിലും ദേഷ്യം മനസ്സിലുണ്ടെങ്കിൽ മോളത് മനസ്സിൽ നിന്ന് കളയണം. മനസ്സിന്ന് കളയാം. കാത്തിരുന്നാ മതി. ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഈ കല്യാണം നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിലും കരുതണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജയന്തി അടുത്ത് പോയെന്ന് കരുതി എനിക്ക് സന്തോഷമൊന്നും തോന്നുന്നില്ല. സാർ നോക്കിക്കോ, 2 ദിവസം കഴിയുമ്പോ വീണ്ടും വരും. ഇനി വിവാഹത്തിന് ഒറ്റ ദിവസം മാത്രം. അതിനിടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. മനസ്സിന് വിഷമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും പടിക്ക് പുറത്തു വച്ചേക്കണം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാനും സാറ് പറഞ്ഞ പോലെ തന്നെയാ. വിഷമം പിടിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ഹലോ, ഞങ്ങൾക്ക് വരാമോ അങ്ങോട്ട്? ആ അല്ല, 2 ദിവസം കൂടെ കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇടിച്ചു നിർത്തുന്നില്ല. എന്തൊരു നാണാണോ ഇത്? ഒന്ന് പോകട്ടെ. അതിരിക്കട്ടെ, കയ്യിലെന്താ കിറ്റൊക്കെ? ആ, കല്യാണ ചെക്കനും കല്യാണ പെണ്ണിനും ഏട്ടൻ ആദ്യത്തിന്റെ വക കല്യാണ സമ്മാനം. ഓ താങ്ക് യു. അങ്ങനെയാണ്. ആ അങ്ങനെയാണെങ്കിൽ കല്യാണ പെണ്ണിനും കല്യാണ ചെക്കനും പരസ്പരം അണിയാനുള്ള മോതിരം ഈ രണ്ടാമത്തെ ഏട്ടന്റെ വക. പിടിച്ചേ. ഏട്ടാ, റിങ് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എടാ
മറ്റന്നാള് പുതിയൊരു തുടക്കമല്ലേ? നിങ്ങളുടെ വിവാഹവും ആദ്യമായിട്ട് നടക്കുന്നതായാണല്ലോ സങ്കല്പം. എന്നാലും ഇപ്പൊ തന്നെ ഒരുപാട് പൈസ ചെലവായില്ലേ ഏട്ടാ? ദാ ആദ്യേട്ടൻ സിംഗപ്പൂരിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ദാ ഇപ്പൊ ഡ്രസ്സും മോതിരം ഒക്കെ. അതെ, ഞങ്ങളുടെ അനിയന്റെ കല്യാണം ഞങ്ങൾക്ക് വിശാലമായിട്ട് തന്നെ ആഘോഷിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, കല്യാണം കഴിഞ്ഞ ശേഷം വിശാലമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ ഏട്ടന്മാർക്ക് ചെലവ് ചെയ്താൽ മതി. പ്രശ്നം തീരും. ഓക്കെ അല്ലേ? പിന്നെ ഒരു കാര്യം, നാളെ രാവിലെ ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങി തരണം. ഞങ്ങൾക്ക് മണിയറ ഒരുക്കാനുള്ളതാ. മണിയറ ഒരുക്കലോ? അതെ മോളെ, മണിയറ ഒരുക്കണം. ഞാനും അരുണും കൂടാ അതിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏയ് അതൊന്നും വേണ്ട. അത് വേണം. പറഞ്ഞില്ലേ, ഇത് ഞങ്ങൾ ഏട്ടന്മാരുടെ അവകാശം. അതിൽ നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കണ്ട. ശ്യാമേ, മോളുടെ ഒരു ചെറിയ വിഷമം ഞങ്ങൾക്കറിയാം. അമൃതയും ഐശ്വര്യം കാണിക്കുന്ന അകൽച്ചയല്ലേ, അത് വലിയ കാര്യമാക്കണ്ട. ഏട്ടാ, അത് ഈ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, അതൊക്കെ ശരിയാവും. ഞാനും ശ്യാമയും അതിനെക്കുറിച്ച് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. തൽക്കാലം വിഷമങ്ങളൊക്കെ മറന്ന് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കണമെന്ന്. അതെ, അതാണ് നല്ലത്. അപ്പൊ ശരി, ഇനി വെറും 2 ദിവസം മാത്രം രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുക. ശരിയേട്ടാ. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരിയേട്ടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇങ്ങനെ നല്ല 2 ഏട്ടന്മാരുള്ളത് സാറിന്റെ ഭാഗ്യ. അതെ, വിവാഹം കഴിഞ്ഞിട്ട് ഏട്ടന്മാരോട് ഒരു പ്രധാന കാര്യം തുറന്നു പറയണം. എന്ത് കാര്യം സാർ? കൃഷ്ണ തുളസി നീയാണെന്ന കാര്യം. സാർ, അത് അതെ, അമ്മയോടും അച്ഛനോടും എല്ലാരോടും ഞാനത് അറിയിക്കാൻ പോവാ. വിവാഹം കഴിഞ്ഞാ പിന്നെ എന്റെ ലക്ഷ്യം തന്നെ രാജ്യം മുഴുവനും അറിയുന്ന ഒരു ഗായികയാക്കാന്നുള്ളതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ ജയിച്ച സീതമ്മേ. പ്രസാദേട്ടന് നമ്മുടെ സാമ്പിൾസ് ഇഷ്ടമായി. കോൺട്രാക്ട് നമുക്ക് തരാമെന്ന് സമ്മതിച്ചു. അച്ചോട്ടൻ അവിടെ കുഴഞ്ഞു കിടക്കുന്നു. അവനൊട്ടും വയ്യ. അച്ചുട്ടാ, അച്ചുട്ടാ മോനെ, എന്തു പറ്റി? തുളസി, ഓടിപ്പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. എടാ, എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നുമില്ലമ്മേ, നല്ല ഉറക്കം വരുന്ന പോലെ. തൊണ്ടയൊക്കെ വരണ്ടിരിക്കോ, നല്ല ക്ഷീണം പോലെ. അത് സാരമില്ല. ദാ ഈ വെള്ളം കുടിച്ചാ മതി. എന്നിട്ട് കുറച്ചു നേരം കണ്ണടച്ച് കിടന്നാ മതി. എന്നിട്ടും ക്ഷീണം തോന്നുകയാണെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോവാം. ആരതി, നീ കുറച്ചുനേരം ഇവിടെ കൂടെ ഇരിക്ക. ഞാനും സീതമ്മയും തുളസിയും കൂടി ഇരുന്ന് കുറച്ച് സ്റ്റേഷനറി കാര്യങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കട്ടെ. അച്ചൂട്ടാ, ഒന്നുമില്ല കേട്ടോ, ഉറങ്ങിക്കോ. ചേച്ചി, ചേച്ചി, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണേ, ഞാൻ ദാ വരുന്നേ. അവിടെ കോളേജിൽ സ്റ്റുഡൻസിന്റെ ഒരു ഇന്റേണൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു. നോ മോർ ഡ്രഗ്സ് എന്ന പേരിൽ.
ഒരു ചിത്രം ഞാനിവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്ന കളക്ടർ അത് കണ്ട് കളക്ടറേറ്റിലേക്ക് വേണ്ടി തന്നെ അത് വിലയ്ക്ക് വാങ്ങി. ചെറിയൊരു പ്രതിഫലവും തന്നു. ആദ്യമായിട്ടൊരു പ്രതിഫലം കിട്ടുമ്പോ അതുകൊണ്ട് ചേച്ചിക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന് തോന്നി. അതാ ഇത്. സീതമ്മ ഇത് കണ്ടോ? ചേച്ചി ദാ അവിടെ. എന്താ? അച്ചൂട്ടന്റെ കഴുത്തിൽ ഒന്ന് രണ്ട് കുരുക്കൾ പൊന്തിയോ? എവിടെ നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.